ഹായ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഈ ഒരു ചിക്കൻ ബിരിയാണിയാണ്. നമുക്ക് പെട്ടെന്ന് കുക്കറിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു ബിരിയാണിയാണ്. പക്ഷെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നമുക്ക് നോക്കാം. വളരെ സിമ്പിളാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാനിതാ കുറച്ച് ചിക്കൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. നമ്മളിത് വെള്ളമയം എല്ലാം മാറ്റിയെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ ഒരു വലിയ ഒരു സ്പൂണ് തൈര് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒന്നര സ്പൂണ്, വലിയ സ്പൂണിന് 1.5 സ്പൂണ് ബിരിയാണി മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരല്പം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇപ്പം നന്നായിട്ട് മസാല മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാവുന്നതാണ്. ഇത് മസാല പിടിക്കുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള ബാക്കി ഉള്ളിയൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പം ഞാനിതിലേക്ക് ചേർക്കാനായിട്ട് 3 മീഡിയം സൈസ് സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 3 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില, പുതിനയില, ഒരു വലിയ തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് കറുവപ്പട്ട, ഏലക്ക, ബേ ലീഫ് ഇതൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 തക്കോലം ഇത്രയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ചേർക്കാനായിട്ട് 1 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ സാധാ ഇവിടെ ചോറ് വെക്കുന്ന ടൈപ്പ് അരിയാണ്, ബസ്മതി റൈസ് ഒന്നുമല്ല. അപ്പോൾ ഇത് കഴുകി എടുത്തിട്ടുള്ളതാണ്. പിന്നെ ആദ്യം തന്നെ നമ്മൾ കുക്കർ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ നെയ്യ് ചേർക്കുന്നില്ല. പിന്നെ ഇതിലേക്ക് ഇനി എടുത്തു വെച്ച കറുവപ്പട്ട ഇതൊക്കെ ഇട്ട് കൊടുക്കാം. അതൊന്ന് ചൂടായതിന് ശേഷം ഞാൻ ഇതിലേക്ക് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. സവാള ഒന്ന് വാടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരല്പം ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി സവാള ഒന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ട് സവാള കളറ് മാറിയതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചമണം എല്ലാം മാറുന്ന വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വഴണ്ടൊക്കെ വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് ഇതിലേക്ക് ഇനി ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് മസാലയുടെ പച്ചമണം ഒന്ന് മാറുന്ന വരെ നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന പുതിനയിലയും മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പുതിനയില മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിത് കുതിർക്കാനൊന്നും വെച്ചില്ല, അല്ലാതെ തന്നെ കഴുകി എടുത്തിട്ടുള്ള അരിയാണ്. അതിട്ട് കൊടുത്തതിന് ശേഷം ഞാനിതാ 2.5 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരല്പം നാരങ്ങ നീരും കൂടി പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കിയതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് 3 വിസിൽ അടിച്ചതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ എയറെല്ലാം മാറിയതിന് ശേഷം ഞാൻ കുക്കർ തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് നമ്മുടെ ചോറൊക്കെ കറക്റ്റ് പരുവത്തിനായിട്ട് കിട്ടിയിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം ഇത് നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം.